ഇപ്പൊ പറയാൻ ഈ ഒരു പെണ്ണിനെ കയറി പീഡിപ്പിച്ചെന്ന് വരെ വേണമെങ്കിൽ വരാം ന്യൂസുകളൊക്കെ. എന്താണ് ആണ്. ഇല്ലെങ്കിൽ ഞാനിതിപ്പോ വെട്ടി തുറന്ന് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞായിരുന്നു. അതറിയാവോ? പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കിച്ചു പോയി ചത്താ മതി എവിടെങ്കിലും പോയി. പിന്നെ കിച്ചു ജീവിച്ചിട്ട് ഒരു കാര്യമില്ല. ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കൊല്ലം സുധിയുടെ രണ്ടാമത്തെ ഭാര്യയായിട്ടുള്ള വീണയുമായിട്ട് ഞാൻ ഇന്നൊന്ന് ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു ക്ലിപ്പാണ് നിങ്ങൾ ഇപ്പൊ ഹൈലൈറ്റ്സിൽ കണ്ടത്. ഞാനത് വ്യക്തമായിട്ട് ഇതിനകത്ത് വെക്കാം. അതിനു മുമ്പായിട്ട് കിച്ചു ഇന്നേ ദിവസം ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ രേണു പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ബേസ് ചെയ്തുകൊണ്ട് കിച്ചു ഒരു ലൈഫ് സ്റ്റോറി ഇട്ടതിന് ശേഷം അതിന് കൊടുക്കാനുള്ള റിപ്ലൈ, അല്ലാതെ എനിക്ക് ഇതിന്റെ പേരിൽ എന്തെങ്കിലും അലിഗേഷൻസ് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇനിയൊന്നും തിരിഞ്ഞു നോക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനകത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങൾ, ഈ ഒരു സംഭവം കണ്ടതിന് ശേഷമാണ് ഞാൻ ഈ വീണയുമായിട്ട് ഫോണിൽ സംസാരിക്കാൻ ഇടയുണ്ടായത്. അപ്പം ഫസ്റ്റ് വീഡിയോക്കകത്ത് കിച്ചു പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഒരു വ്യക്തമായ ക്ലാരിഫിക്കേഷൻ അതിനകത്ത് വീണയ്ക്ക് പറയാനുണ്ട്. ആ ഒരു വോയിസ് ക്ലിപ്പ് ഞാൻ എന്റെ വീഡിയോക്കകത്ത് വ്യക്തമായിട്ട് ഉൾപ്പെടുത്താം. എനിക്കത് കണ്ടപ്പോഴും എനിക്കിത് കേട്ടപ്പോഴും അല്ലെങ്കിൽ ഈ ഒരു പെണ്ണുമായിട്ട് സംസാരിച്ചതിന് ശേഷം എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നിങ്ങൾ ഇനി വരുന്ന ദിവസങ്ങളിൽ ഇനി സോഷ്യൽ മീഡിയയിൽ കാണാൻ പോകുന്ന കാര്യത്തിന്റെ ഒരു ഔട്ട്ലൈൻ ഞാൻ പറഞ്ഞുതരാം. ഈ രേണു സുധി എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ ഫ്രെയിമിൽ നിന്ന് മാറും. രേണു സുധി ഇനി ഈ ഫ്രെയിമിൽ കാണത്തില്ല. കാരണം രേണു സുധി ഔട്ടായി. ഇനി ഈ പറഞ്ഞിട്ടുള്ള ആലിഗേഷൻ ആണെങ്കിലും ശരി, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ശരി, ഇപ്പൊ ഒരു പെണ്ണുകസിന്റെ കാര്യമൊക്കെ പറയുന്നല്ലോ, അതാണെങ്കിലും ശരി, കിച്ചുവിന്റെ യഥാർത്ഥ അമ്മയായിട്ടുള്ളവരുടെ അമ്മയുടെ കാര്യമാണെങ്കിലും ശരി, ഇതെല്ലാം ഇനി വരും ദിവസങ്ങളിൽ വരും. കിച്ചു ലൈഫ് സ്റ്റോറി പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഒരു വ്യക്തത കുറവുണ്ടെന്നും അതിൽ കള്ളത്തരങ്ങളാണ് കുത്തി നിറച്ച് പറഞ്ഞതെന്നും ഞാൻ വീണയായിട്ട് സംസാരിച്ചപ്പോഴത്തേക്കിന് വീണ എന്നോട് എനിക്ക് അറിഞ്ഞിരിക്കാൻ എന്ന രീതിയിൽ എന്നോട് പറഞ്ഞു. പക്ഷെ അതിന് വ്യക്തമായ തെളിവുകളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് സംസാരിക്കാനാണെന്ന് വീണയോട് പറഞ്ഞിട്ടുമുണ്ട്. എന്തായാലും നമ്മൾ ആ ഒരു കാര്യം എടുത്തതിനോട്ട് ചർച്ചയാക്കുന്നില്ല, അതിലോട്ട് പറയുന്നില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട് വീണ എന്തെങ്കിലും പുറത്ത് പറയുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോയിൽ കൊണ്ടുവരും. ഇതിനൊരു ഔട്ട്ലുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണു സുധി ഈ ഫ്രെയിമിൽ നിന്ന് ഉടനെ ഔട്ടാവും. കാരണം രേണു സുധി ഇതിനകത്ത് കൈ കഴുകി മാറുന്ന ഒരു രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. രേണു സ്വന്തമായിട്ട് സ്വന്തം പ്രൊഫൈലിൽ ഈ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതിനെ സംബന്ധിച്ച് ആൾക്കാർ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ഉൾപ്പെടെ എടുത്തു വെച്ച് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം രേണു ഈ ശ്രീതു എന്ന് പറഞ്ഞ രേണുവിന് വേണ്ടി മാത്രം വീഡിയോ ചെയ്യുന്ന ശ്രീതുവിന്റെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് അതിന്റെ തമ്മിൽ കൃത്യമായിട്ടുണ്ട്, കിച്ചു പീഡന കേസിലെ പ്രതിയോ രേണുവിന്റെ മറുപടി സഹിക്കുന്നതിനും പരിധിയുണ്ട്. ഈ തമ്പനയിൽ വെച്ചുകൊണ്ട് ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് ഏത് ടോപ്പിക്കാണെന്ന് ഞാൻ വ്യക്തമായിട്ട് എന്റെ വീഡിയോയിൽ വെക്കാം. അതിനുശേഷം ആ രേണു വീണ സംസാരിച്ചിട്ടുള്ള വേണു മനു എന്റെ പൊന്നളിയാ, മനുഷ്യൻ കൺഫ്യൂഷൻ ആവുന്ന പേരുകളാ. അപ്പം ഇതുപോലെ കിച്ചുവിനെ നെഗറ്റീവായിട്ട് പറയുന്ന വീഡിയോ വരെ രേണു എടുത്തു വെച്ച് ഷെയർ ചെയ്യുക എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്തായിരിക്കും? അവർ തമ്മിലുള്ള അന്തർധാര കംപ്ലീറ്റ് ആയിട്ട് നശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമായിരിക്കും അവനെ കുറിച്ച് നെഗറ്റീവ് പറയുന്നത്. പീഡന കേസിന്റെ പ്രതിയോ എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വരെ എടുത്തു വെച്ച് വ്യക്തമായ ഒരു മറുപടി കൊടുക്കാനായിട്ട് ഒരു വ്യക്തിക്ക് സാധിക്കുന്നത് അല്ലെന്ന് നമുക്ക് പറയാനായിട്ട് കഴിയത്തില്ലല്ലോ. അതുമായിട്ട് ബന്ധപ്പെട്ട് കിച്ചു ഇതിനെപ്പറ്റി സംസാരിച്ചൊരു ക്ലിപ്പുണ്ട്. ആ ക്ലിപ്പ് ഞാൻ ആദ്യം ഒന്ന് കാണിച്ചത്, എന്നാലും ഞാൻ ഇനി കാണിക്കാൻ വന്ന വോയിസ് ക്ലിപ്പും രേണുവിന്റെ നിങ്ങൾ കാണാത്തൊരു വീഡിയോയും തമ്മിൽ ബന്ധം എന്താണെന്നും അതിന്റെ ക്ലാരിഫിക്കേഷൻ എന്താണെന്നും നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. നമുക്കിതൊരു ഹാസ്യ രൂപേണ ചെയ്യാൻ പറ്റിയൊരു കാര്യമല്ല, സംഭവം അല്പം സീരിയസ് ആണ്. അതുകൊണ്ട് നമുക്ക് ആ രീതിയിൽ തന്നെ കണ്ടാൽ മതി. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് എത്താത്തവരിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് ഈ വീഡിയോ എത്തിച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഹൈപ്പ് കൊടുക്കാനുള്ളവർ എന്റെ വീഡിയോ ഹൈപ്പ് കൊടുത്തേക്കാം. ന്യൂസും കാര്യങ്ങളൊന്നും എന്നെ എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല. ഇത് ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. എനിക്ക് പറയുള്ളൂ, ഞാൻ ഓക്കെ ആണെന്ന് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് കോളും മെസ്സേജും എല്ലാവരും എനിക്ക് വന്ന് ഇൻസ്റ്റയിലാണെങ്കിലും ഭയങ്കരമായിട്ട് മെസ്സേജ് വരുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു ലൈവിൽ വന്ന് പറയാമെന്ന് വിചാരിച്ചു. ഞാൻ ഓക്കെ ആണ്, വേറെ പ്രശ്നമൊന്നുമില്ല. ഈ വരുന്ന ന്യൂസുകളും കാര്യങ്ങളൊന്നും എന്നെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. ഞാൻ ഈ പറഞ്ഞതൊക്കെ വളരെ ഓക്കെ ആണ്, ഇതൊക്കെ വളരെ സാറ്റിസ്ഫൈ ആയിട്ടുള്ള കാര്യമാണ്. ഒരുപാട് പേര് കമന്റ് ചെയ്ത് പലതും ചോദിച്ചേക്കാം, അതിനൊന്നും മറുപടി പറയേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഒരു വീഡിയോ വന്നിട്ട് വ്യക്തമായിട്ട് അവന്റെ അഭിപ്രായം എന്താണെന്നും അവൻ ഇതിൽ ഓക്കെ ആണെന്നും ഞാൻ ഇതിൽ കംഫർട്ടബിൾ ആണെന്നും ഞാൻ മുന്നോട്ട് ഇതിലും നല്ല രീതിയിൽ പോകുമെന്നും വരുന്ന കമന്റിനും മെസ്സേജിനും റിപ്ലൈ ആയിട്ട് കൊടുക്കുന്നു. ഇതുവരെ ഭാഗം വളരെ ക്ലിയർ ആണ്, വ്യക്തമായിട്ട് കാണുക. പറയേണ്ട കാര്യങ്ങൾ ഞാൻ നല്ലപോലെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. എല്ലാവർക്കും ഞാൻ കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ട് എല്ലാവർക്കും. ഇപ്പം പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടോന്ന് കിച്ചു, നീ വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ടും ആളുകൾക്ക് മനസ്സിലാവുന്നവർ പോലെയും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ രേണുവിനെ മൂട് താങ്ങി നിന്നവർ രേണുവിനെതിരെ വന്ന് സംസാരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ഉണ്ടായത്. ആ ഒരു അന്തർധാര ഒറ്റ രാത്രി കൊണ്ട് നിനക്ക് മാറ്റാനായിട്ട് സാധിച്ചു. വെൽ ഡൺ മൈ ഡിയർ ബോയ്. മുതലക്കുട്ടികൾക്ക് ഞാൻ തിന്നാനിട്ട് കൊടുക്കുന്നില്ലേ പറഞ്ഞുകൊണ്ടെങ്കിൽ ഇപ്പം കുറച്ച് എന്നെ പറ്റി എന്താണ് ഓരോരോ ന്യൂസുകളൊക്കെ വരാം. അതൊന്നും എന്നെ എഫക്ട് ചെയ്യത്തില്ല എന്ന് പ്രതീക്ഷിക്കാൻ പോകും. പറയണമെന്നുണ്ട്. ഡ്രൈവ് ചെയ്യല്ല, ഞാൻ വീട്ടിൽ തന്നെ ആട്ടാം.
എന്നെ പറ്റി പല ന്യൂസുകളും ഇനി ഉണ്ടായേക്കാം. അതൊന്നും എന്നെ എഫക്ട് ചെയ്യുന്ന കാര്യമല്ല. ഒരു വ്യൂയിലൂടെ നിങ്ങൾ നോക്കുമ്പോഴത്തേക്കിന് ഒരു മുൻകൂർ ജാമ്യം. ഞാൻ എൻ്റെ ക്ലിയർ ആയിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. കിച്ചുവിനെ കുറിച്ച് ഇനി എന്തെങ്കിലും ഒരു അലിഗേഷൻ, എന്തെങ്കിലും ഒരു കാര്യങ്ങൾ രേണു പുറത്തു കൊണ്ടുവരികയാണ്, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി പുറത്തു കൊണ്ടുവരികയും അതിനെക്കുറിച്ച് രേണു മിണ്ടാതിരിക്കുന്ന സമയത്തോളവും രേണു സപ്പോർട്ട് ചെയ്യുകയാണോ എന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി രേണുവിന് തിരിഞ്ഞടിക്കുന്ന ഒരു കാര്യമായിരിക്കും. കാരണം രേണു ഇത്തരത്തിലൊരു വീഡിയോ വരുന്നതിന് തൊട്ടു മുമ്പ് വരെ എൻ്റെ കിച്ചു മോൻ കിച്ചൂട്ടൻ എന്ന് പറഞ്ഞുകൊണ്ട് കിച്ചുവിന് അയക്കുന്ന ഗൂഗിൾ പേ വരെ എടുത്ത് കാണിച്ചു കൊടുത്തു. അപ്പൊ ചിലപ്പോൾ ഇതുപോലുള്ള ആലിഗേഷൻ എന്തെങ്കിലും വരുവാണെങ്കിൽ ഇങ്ങനെ ഒരാളാണ് എന്ന് നീ അറിഞ്ഞിട്ട് നീ ഇപ്പൊ ഇവനെ എക്സ്പോസ് ചെയ്ത് വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ മുമ്പ് നിനക്കറിയാമായിരുന്നല്ലോ, നീ എന്തുകൊണ്ട് പറഞ്ഞില്ല? അപ്പൊ നീ ഇത് ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ചോദ്യമല്ലേ എന്ന് ചിലപ്പോൾ സത്യമാണെങ്കിൽ പോലും രേണുവിനോട് ആൾക്കാർ ചോദിച്ചേക്കാം. അതുകൊണ്ട് രേണുവിന് ഇതിനകത്ത് ഇനി ഉള്ള കാര്യമാണെങ്കിലും ഇല്ലാത്ത കാര്യമാണെങ്കിലും ഇനിയൊട്ട് കെട്ടിച്ചമയ്ക്കാനും പറ്റത്തില്ല, ഉള്ള കാര്യം ഒട്ട് പുറത്ത് പറയാനും പറ്റത്തില്ല. അതാണ് ഇതിന്റെ ഒരു വ്യക്തമായ ധാരണ. ഒരുപാട് ന്യൂസുകൾ ഇറങ്ങാം. ഇപ്പൊ പറയാൻ ഈ ഒരു പെണ്ണിനെ കയറി പീഡിപ്പിച്ചെന്ന് വേണമെങ്കിൽ വരാം ന്യൂസുകളൊക്കെ. എന്താണെങ്കിലും ഞാൻ അതിനൊന്നും മൈൻഡ് ചെയ്ത് പെണ്ണിനെ കയറി പീഡിപ്പിച്ചു എന്ന് വേണമെങ്കിൽ വരാം, ആരോപിതനാവാം, ആർക്ക് വേണമെങ്കിലും ആവാം. ഇപ്പൊ രഞ്ജിത്തിനെ പിടിച്ച കണക്കായില്ലേ, ആ വേട്ടാവളിയെ പെണ്ണുപിടിയുടെ കണക്കല്ല, അവ ആണുങ്ങളെ വെറുതെ വിടാത്തൊരു തരാം. അവന് വേണമെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് പറയാം, കള്ളത്ത അവസാനം ലാളി എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. ആ ഒരു അവസ്ഥയിലേക്കാണ് അവൻ. ആ രീതിയിലുള്ള ആരോപണങ്ങളല്ല. അളിയൻ മുങ്ങാൻ പോയപ്പോ പോലീസ് ഓട്ടിച്ചിട്ട് പിടിച്ചതാണെന്ന് നമുക്ക് അറിഞ്ഞത്, ഇപ്പൊ റിമാൻഡിലേക്ക് പോയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതുപോലൊരു പീഡന ആരോപണം വരികയാണെന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് കൊണ്ടുവന്ന പോലുള്ള വ്യക്തമായ തെളിവുകളൊക്കെ ആരെങ്കിലും ഒക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതൊരു ആരോപണമായിട്ട് മാത്രമല്ല, അകത്തും പോകുന്നൊരു പരിപാടിയാണ്. ചിലപ്പോൾ അങ്ങനെ അകത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളത് ഒരിക്കലും കിച്ചുവിന് പറയാതിരിക്കാനേ കഴിയത്തില്ല. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി പൊങ്ങി വരികയാണ് എന്നുണ്ടെങ്കിൽ രേണുവിനൊട്ട് സപ്പോർട്ട് ചെയ്യാനും പറ്റത്തില്ല, അല്ലെങ്കിൽ രേണുവിന് ഈ കാര്യങ്ങൾ അറിയായിരുന്നു എന്ന് ഒരു വ്യക്തിക്കും പറയാനും പറ്റത്തില്ല, രേണുവിനൊട്ട് ഇതിനെപ്പറ്റി വാതുറക്കാനും പറ്റത്തില്ല. ആ ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. വ്യക്തമായ ഒരു ഉൾട്ട. ചിലപ്പോൾ അവിടെ ഒരു പോസിറ്റീവ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ അത് കറങ്ങി നെഗറ്റീവായി. അത്രേ ഉള്ളൂ. വ്യക്തമാവും, വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് എല്ലാം വ്യക്തമാവും. കാണിച്ചു തരാം വീഡിയോക്ക് എത്തിയാൽ. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഒരു പാസ്റ്റ് ആയിരുന്നു എൻ്റെ അത്. ഞാൻ ഓക്കെ ആയിട്ട് നിൽക്കുകയാണ്, ഇപ്പം ഹാപ്പിയാണ്, കുഴപ്പമൊന്നുമില്ല. കൊല്ലത്തെ വീട്ടാടൊപ്പം നിൽക്കുക. ഞാനൊരു അല്ലെങ്കിൽ റെസ്പോൺസ് കിട്ടുമെന്ന് പോലും ഞാൻ വിചാരിച്ചിരുന്നില്ല ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പം. എല്ലാവർക്കും വളരെ വന്നു, കുറെ പേര് സപ്പോർട്ട് ചെയ്യാനുണ്ട് എന്നെ. അതൊക്കെ മതി, എനിക്ക് ആ സപ്പോർട്ടൊക്കെ മതി. അതൊക്കെ ചുമ്മാ പറയുന്നത്. അവനറിയാലോ രേണു സുധി ഒരു ഹൈലൈറ്റ് കണ്ടന്റ് ആണെന്ന്. രേണു സുധിയെ കുറിച്ച് എന്തെങ്കിലും ഒരു നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാലോ പോസിറ്റീവ് പറഞ്ഞാലോ ഇത് ആൾക്കാരുടെ ഇടയിലേക്ക് ചർച്ചയാവുന്നു, ഇതിനെക്കുറിച്ച് വീഡിയോ വരുമെന്നുള്ളൊരു കാര്യം പ്രതീക്ഷിക്കാതിരുന്ന കാര്യമൊന്നും അല്ല. അതങ്ങനെയൊന്നും പറയണ്ടെന്ന് ഇച്ചിരി മാന്യമായിട്ട് തരടേ. എന്തുവേടേ ഇതൊക്കെ ഒന്ന് പറയണമെന്നുണ്ടായിരുന്നു, വേറെ വിശേഷങ്ങളൊന്നും പറയാനായിട്ട് വന്നില്ലേ. ഇങ്ങനെ അങ്ങനെ മാത്രം ഫോക്കസ് ചെയ്യല്ല, എന്റെ മൊത്തം കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണ് മെസ്സേജസ് ആണെങ്കിലും എനിക്ക് വരുന്ന കോളാണെങ്കിലും എല്ലാവരും പറയുന്ന കാര്യം, ഞാൻ പറഞ്ഞൊരു സംഭവം എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. ഓക്കെ, എല്ലാരും പറയുന്ന കാര്യങ്ങൾ ഇപ്പം പറയുന്നുണ്ട്. ഇനി ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് ഇനി ഒന്നിലേക്കും പോയി ചാടരുത്. ചാടിക്കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഭവിഷ്യത്ത് അതിലേറെ ആകുന്ന ഒരു പ്രവൃത്തിയിലേക്ക് പോയി എത്തരുത്. ഇപ്പൊ സബീന ബീബി കിടന്ന് പറഞ്ഞ രേണു സുധി ഇവിടുന്ന് സ്വർണം ബാഗിനകത്ത് നിറച്ചുകൊണ്ട് ഇങ്ങോട്ട് വരുന്നു എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അവർക്ക് അവിടെ അടുത്ത് പറഞ്ഞാൽ മതി, അവര് ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കാൻ പ്രാപ്തിയായിട്ടില്ല. അവർക്ക് അവിടെ നിന്ന് പറയാൻ കുഴപ്പമില്ല. അത് നമ്മൾ ഇതിലെ കൂടെ കേട്ട് ഇതിലെ കൂടെ കളഞ്ഞാൽ മതി, അത്രേ ഉള്ളൂ. അല്ലാതെ എനിക്ക് ആ സ്ത്രീ വളരെ മോശമായിട്ട് ഇപ്പൊ പല കാര്യങ്ങളും ചിത്രീകരിക്കുന്നത്, സംസാരിക്കുന്നത്, എന്തെങ്കിലും തെളിവുകൾ എന്തെങ്കിലും കോണ്ടന്റുകൾ ഉണ്ടെങ്കിൽ അത് ആ രീതിയിലാണ്. ഇപ്പൊ നമ്മുടെ അതേപോലെ ഒരു റിയാക്ഷൻ വീഡിയോ മേഖലയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും എന്നെ സംബന്ധിച്ച് അത്ര അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയല്ല ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മളും ഓരോരുത്തരെ എന്താ പറയുന്നത് എക്സ്പോസ് ചെയ്യാറുണ്ട്. പക്ഷേ സംതിങ് ഐ ഡോണ്ട് ലൈക്ക്. അത് ചിലപ്പം എൻ്റെ ഒരു പേഴ്സണൽ കാര്യമായിരിക്കാം. അപ്പം നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഇനി രേണു സുധിയുടെ വീഡിയോ വെക്കാം, അതിനുശേഷം വീണാ സുധിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് നോക്കാം. എന്തായാലും രേണു സുധി തിരിച്ച് 2-ാം തീയതി എത്തുന്നു, April 2.
ഹായ് ഹലോ രേണുസുതിയാണ്. അപ്പം എന്താ പറയുക, ഫോണും ഇൻസ്റ്റയും ഫേസ്ബുക്കും ഒന്നും തുറക്കാൻ പറ്റത്തില്ല. യാതൊരുവിധ ബന്ധവും ഇല്ലാത്തവരൊക്കെ വന്ന് തെറി വിളിക്കുന്നു. എനിക്കിത് സത്യം പറഞ്ഞാൽ ഇതൊക്കെ കേൾക്കുമ്പോൾ ചിരിയാണ് വരുന്നത്. ചിരി അല്ല, അട്ടകസിച്ച് ചിരിക്കണം. 3-4 ദിവസം മുമ്പ് എന്റെ വീഡിയോ എടുത്തു വെച്ചിട്ട് നിന്റെ വീഡിയോയുടെ താഴെ വരുന്ന തെറികൾ നീ കാണാറില്ലേ എന്ന് പറഞ്ഞ രേണുവിന് തന്നെ ഇതുപോലൊരു അവസ്ഥ കറങ്ങി ഇടിച്ച് കർമ്മം വന്നല്ലോ. അയ്യോ, ഞാൻ പൈസ കൊടുത്ത് ചെയ്യിപ്പിച്ചൊന്നും കേട്ടോ. ഇതൊക്കെ കർമ്മ തന്നെ ഊമ്പിത്തിട്ട് നിന്റെ തൊട്ടും വരുന്നില്ല, നമ്മളിതൊന്നും ചെയ്തല്ല. ദൈവമേ, എല്ലാ വിവാദങ്ങളോടുമുള്ള എനിക്ക് ഇനിയിപ്പോൾ ഒരു വിവാദങ്ങളും ഇതിൽ കൂടുതലൊന്നും ഇനി എനിക്ക് ബാധിക്കാനില്ല. ഇനിയിപ്പോൾ എന്ത് പറഞ്ഞാലും എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും എനിക്കിതൊന്നും ബാധിക്കത്തില്ല. ഞാൻ നല്ല സത്യമായിട്ടുള്ള കാര്യം, രേണുവിന് ഇനി എന്താ പറയാനാ, എല്ലാം തീർന്നു. നറുകം തലയിൽ ഒരു തേങ്ങ അഴിച്ച് നാക്കിക്കൂടെ ശൂലം കയറ്റി മുട്ടുകുത്തി ഉപ്പുകല്ലിന്റെ മേളിൽ കൂടി ഇങ്ങനെ നടന്നു. ഇനിയിപ്പോ ഇത് കൂടുതൽ എന്താ വരാനാ? ഇനി മറ്റേ പണ്ട് തെങ്ങിറക്കുന്ന എങ്ങനെ ഇറക്കുന്ന വാളുണ്ടല്ലോ, അതുണ്ടെങ്കിൽ ഇങ്ങനെ തിരക്കിലാണ്. ഞാൻ ഇപ്പോഴും ദുബായിലാണ് ജോലി. തിരക്കുമായിട്ട് ഞാൻ നല്ല അടിപൊളിയായിട്ട് പോകുന്നു. ദൈവം സഹായിച്ച് എന്താ പറയുക, സാമ്പത്തികമായിട്ട് നല്ല രീതിയിൽ ഇപ്പം മുന്നോട്ട് പോകുന്നുണ്ട്. ഒരുപാട് താങ്ക് യു സോ മച്ച്. എന്നെ സ്നേഹിക്കുന്നവർക്ക് ഒത്തിരി നന്ദി. പിന്നെ ഇനിയും വരുന്ന വിവാദങ്ങളും ഇപ്പം വരുന്ന വിവാദങ്ങളൊന്നും എന്നെ ഇനിയും ബാധിക്കുന്ന പ്രശ്നമേ അല്ല. ഞാൻ നല്ല ഹാപ്പി ആയിട്ട് പോകുന്നു. സത്യം പറഞ്ഞാൽ നിങ്ങളോടൊക്കെ ഈ തെറി പറയുന്നവരോടൊക്കെ എനിക്ക് ചിരിയാണ് വരാറുള്ളത്. നിങ്ങളുമായിട്ടൊന്നും എനിക്ക് യാതൊരു ബന്ധമില്ല. പിന്നെ എന്താ ആരോടാ ചിരി വരാത്തത്? ഇവളെ സപ്പോർട്ട് ചെയ്യുന്നവരെ നോക്കിയിട്ട് നാട്ടുകാർ ചിരിക്കുന്നു, ഇവളെ ചെറിയ പറയുന്നവരെ നോക്കിയിട്ട് ഇവള് ചിരിക്കുന്നു. 2-3 ദിവസം മുമ്പ് കരഞ്ഞു തൂവി വീഡിയോ ഇട്ടിട്ട് തൊട്ടപ്പുറത്ത് പോയിട്ട് പെയ്ഡ് ആയിട്ടുള്ള ഹോട്ട് കണ്ടന്റ് ഇട്ട് കൊടുത്ത രേണു മാനസികമായിട്ട് സന്തോഷിച്ചുകൊണ്ടിരിക്കുന്നത്. അവളെ കരച്ചിൽ കണ്ടോണ്ട് ഇവിടെ കുറെ അമ്മായിമാരും അമ്മാവന്മാരും കുറെ നാടിനും വീടിനും വേണ്ടാത്ത കുറെ എണ്ണം ഇരുന്നുണ്ട്. ആ പെണ്ണിനത് കരയുന്നത് കണ്ടില്ലേ, കരച്ചുകൂടെ, വിട്ടുകൂടെ എന്ന് പറയുമ്പോ അവളവിടെ ഇന്നീ തീരം തേടും തിരികട പാട്ടിൽ കാമമുണക്കുമുണർന്ന് മതാലസയായി നീ പ്രേമം പൂക്കും മുകിലിൽ മേട്ടിൽ ആണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് എനിക്കറിയില്ല. പറഞ്ഞോട്ടെ, അവർക്ക് റീച്ചിന് വേണ്ടിയിട്ടായിരിക്കും. സോ ഇനിയും തൊട്ടുള്ള വിവാദങ്ങളൊന്നും എന്നെ ബാധിക്കുന്ന കേസേ അല്ല. അതുപോലെ തന്നെ എനിക്ക് വിവാദങ്ങളോട് പറയാനുള്ള മറുപടികളെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി എനിക്ക് സോഷ്യൽ മീഡിയയിൽ വന്ന് നിങ്ങളോട് എനിക്കൊന്നും പറയാനില്ല. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ അറിയണമെങ്കിൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയാതെ നിങ്ങൾ നേരിട്ട് വന്ന് ചോദിക്കാം, ഞാൻ നേരിട്ട് സംസാരിക്കാം. സോ ബൈ. അപ്പം നേരിട്ട് വന്ന് പറയാനായിട്ടുള്ള അഡ്രസ് എന്താണെന്ന് വളർന്ന് നാട്ടുകാർക്കിടയിലേക്ക് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് വന്ന് ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കാം. നമുക്ക് ചോദിക്കേണ്ട കാര്യമൊന്നും എനിക്ക് എന്നോട് ചോദിക്കേണ്ട ഒരു കാര്യമില്ല. നീ സോഷ്യൽ മീഡിയ വന്നിട്ട് പലതും എടുത്തിട്ട് അതെടുത്ത് വെച്ച് നമ്മൾ വീഡിയോ ചെയ്യുന്നല്ലാതെ എന്നിട്ട് നിന്റെ പേഴ്സണൽ ലൈഫിൽ വന്ന് കുത്തി കയറിയിട്ട് ഒരു ചോദ്യം നമുക്ക് ചോദിക്കണ്ട. ഒന്നെങ്കിൽ ഈ പരിപാടി നിർത്തണമെങ്കിൽ നീ ഇതുപോലുള്ള ഇപ്പൊ അവസാനമായിട്ട് വീഡിയോ ഉണ്ടല്ലോ, ഇനി ഞാൻ ഇതിനെ പറ്റി ഒന്നും മിണ്ടത്തില്ലെന്ന്. ഇത് നീ പണ്ടേ ഇട്ടായിരുന്നെങ്കിൽ 10 പേരെങ്കിൽ 10 പേരും കൂടെ അധികം നിന്നെ സപ്പോർട്ട് ചെയ്തായിരുന്നു. ചെറിയ ലേറ്റ് ആയിപ്പോയി, കുഴപ്പമില്ല. കാര്യവിവേകങ്ങളും ബോധങ്ങളും ഇത് താമസിച്ചാണെങ്കിലും തലക്കുള്ളിൽ കയറിയല്ലോ. ഇത് കയറിയതൊന്നുമല്ല, നാളെ നേരം, അതായത് ഇപ്പം മറ്റേ അറേബ്യൻ കാറ്റടിച്ചുകൊണ്ടുള്ള കുഴപ്പം. ഇനി നേരെ കേരളത്തില് 42 ഡിഗ്രി ഉച്ചച്ചൂട് തലക്കടിക്കുമ്പോഴത്തേക്കിന് നേരെ കറങ്ങി അടിക്കും. റീച്ച് കുറയുമ്പോഴേ നീ തുണ വിചാരിച്ച രേണുസുതി അങ്ങ് ചത്തുപോയെന്നോ, നിന്നേക്ക് ഉണ്ടല്ലോ, അങ്ങനെ വരും. അത്രേ ഉള്ളു. അനക്കമില്ല എന്ന് വിചാരിക്കുമ്പോ നീയൊക്കെ എന്നെ കൊല്ലാൻ നടക്കുന്നുള്ള എന്ന് ചോദിച്ചിട്ട് വരും. വരാതിരിക്കത്തില്ല. രേണുവിന്റെ കണ്ടന്റും റീച്ചും ഇതാണ്, അല്ലാതെ ഷാപ്പ് ഉദ്ഘാടനം അല്ല. ഇത് മനസ്സിലാക്കുക. ഇനി